ആദ്യമായിട്ടാണ് ഒരു ഫുൾ ലെങ്ത് സിനിമയിൽ കസീന ആദ്യമായിട്ടാണ്. ഇത് ഒരുപാട് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു സിനിമയിൽ. അപ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. മേക്കപ്പാണെങ്കിലും കോസ്റ്റ്യൂമാണെങ്കിലും പെർഫോമിൻ്റെ രീതിയിലാണെങ്കിലും ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ മജൂക്കയുടെ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെയ്യണം എന്ന് അതിതായ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അപ്പൻ എന്ന സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. അപ്പം ഈ സ്ക്രിപ്റ്റിൽ ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നാട്ടിൻപുറത്ത് എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഈ പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടി, ഒരു 8 kgs കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം. കാരണം നമ്മളല്ലാതാകുന്നതാണല്ലോ ശരിക്കും ആ ഒരു പരിപാടി നമുക്ക് ഇഷ്ടപ്പെടുക. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പരിപാടി പിടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ 3 മാസം മുന്നേ തന്നെ നമ്മൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രെഡ് ചെയ്തത്, വാക്സ് ചെയ്തത്, നാട്ടിൻപുറത്തുള്ള ആ ഒരു പരിപാടിയാണ് വേണ്ടത്. അതേപോലെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വായിച്ചപ്പം ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ആ ക്യാരക്ടറിൽ എത്രത്തോളം നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നുള്ളത് ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് മാജിക്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഹാപ്പിയാണ്. അതുപോലെ സിനിമയിൽ ആദ്യം തൊട്ട് ഒരു സമയം വരെ വണ്ടികളൊക്കെ അതുപോലെ ഏതാണ് ഈ സ്ഥലത്ത് ഏത് സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത് എന്ന് മനസ്സിലാവാൻ താങ്ക് യു സോ മച്ച് ഫോർ ദ കോംപ്ലിമെന്റ്. സിനിമകൾ ഒരുപാട് കിട്ടിയിട്ട് അങ്ങനെയല്ലല്ലോ പരിപാടി. നമുക്ക് നല്ല സ്ക്രിപ്റ്റുള്ള നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴാണല്ലോ ശരിക്കും നമുക്ക് ഒരു സിനിമ നമ്മൾ കൺഫേം ചെയ്യുന്നത്, കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യണമെന്നല്ല, നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഓക്കെ പറയും. അതിനൊരു ഉദാഹരണമാണ് പെരുമാനം. ഡെഫിനറ്റ്ലി. കാരണം അത്രയും അടിപൊളിയായിട്ട് എനിക്ക് എന്നെ എന്താ പറയുക ഡയറക്ടേഴ്സ് ആക്ടറെന്ന് എനിക്ക് പറയാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം അത്രമാത്രം എന്നെ മജൂക്ക ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ടു മോൾഡ് ആസ് എൻ ആക്ടർ.